ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജറായി മന്ത്രി കെ.ടി. ജലീലിന്റെ ബന്ധുവിനെ നിയമിച്ചത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്ന് സമ്മതിച്ച സർക്കാർ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉയർന്ന പോസ്റ്റുകളിൽ നിയമനം നടത്തുമ്പോൾ വിദഗ്ധ സമിതിയുടെ ശുപാർശ വേണമെന്ന ചട്ടം പാലിക്കാതെയാണ് കെ.ടി. അദീബിനെ നിയമിച്ചത്. കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് പാറക്കൽ അബ്ദുള്ളയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ മന്ത്രി ജലീൽ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രി ജലീലിനെതിരെയും പാറക്കൽ അബ്ദുള്ള അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. RB സനൂപ വിവരങ്ങൾ നൽകും. സനൂപ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മറുപടിയിൽ പറയുന്നത്? സായി, ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ജനറൽ മാനേജർ തസ്തികയിലേക്കാണ് കെ.ടി. ജലീലിന്റെ ബന്ധു കെ.ടി. അദീബിന്റെ നിയമനം നടത്തിയത്. ഇത് വലിയ രീതിയിലുള്ള വിവാദമായിരുന്നു. അന്ന് പക്ഷേ കെ.ടി. ജലീൽ അടക്കം പറഞ്ഞത് എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് കെ.ടി. അദീബിനെ ഈ തസ്തികയിലേക്ക് നിയമിച്ചതെന്നാണ് അന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടെയാണ് പാറക്കൽ അബ്ദുള്ള ഈ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ കെ.ടി. അദീബിനെ നിയമിച്ചതെന്ന കാര്യം രേഖാമൂലം ചോദിച്ചായിരുന്നു. പക്ഷേ ഇതിന് വൈകിയാണ് ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നതതല നിയമനത്തിന് ദേശീയ അംഗീകാരമുള്ള വിദഗ്ധ സമിതിയുടെ ശുപാർശ ആവശ്യമാണോ, എങ്കിൽ കെ.ടി. അദീബിന്റെ നിയമന കാര്യത്തിൽ ഈ ചട്ടം പാലിച്ചിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഇതിന് മറുപടിയായിട്ട് കെ.ടി. ജലീൽ തന്നെ നൽകിയിരിക്കുന്നത് ഈ ശുപാർശ ആവശ്യമാണ്. അതായത് പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നത നിയമനത്തിന് ദേശീയ അംഗീകാര വിദഗ്ധ സമിതിയുടെ ശുപാർശ ആവശ്യമാണ്. പക്ഷേ അദീബിന്റെ കാര്യത്തിൽ ഈ ചട്ടം പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ നേരത്തെ സർക്കാർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ സർക്കാർ നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും കെ.ടി. ജലീലിനെതിരെയും അവകാശ ലംഘനത്തിന് സ്പീക്കർക്ക് മുമ്പാകെ ഈ പാറക്കൽ അബ്ദുള്ള MLA നോട്ടീസ് നൽകിയിരിക്കുകയാണ്. എന്തായാലും വീണ്ടും ഈ ഒരു വിഷയം നിയമസഭയിൽ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച മുതൽ ഈ സഭാ സമ്മേളനം ചേരുമ്പോൾ ഈ രാവിലെ മുതൽ തന്നെ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകും. ആ സമയത്തെല്ലാം വീണ്ടും ഈ കെ.ടി. അദീബിന്റെ വിഷയം ഉയർത്തി പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം കൂട്ടാനും സാധ്യതയുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾ കാണുന്നുണ്ട്. ആ സമയത്തും ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് സാധ്യത. കെ.ടി. ജലീലിനെതിരായ ബന്ധു നിയമന വിവാദം വീണ്ടും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വിദഗ്ധ അഭിപ്രായം തേടിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. നിയമസഭയിൽ നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഈ വിവരങ്ങൾ നൽകിയത്. സനൂപാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.